വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ രാവിലെ നമ്മൾ പോളണ്ടിലെ ഒരു സിറ്റിയായ ഗിഡാൻസ്കിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 2 ഡേയ്സിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. ജസ്റ്റ് ഒരു 2 ഡേ വെക്കേഷൻ പോലെ. രാവിലെ ഏർലി മോർണിംഗ് 5:45 നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി എയർപോർട്ടിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മൾ പോളണ്ടിൽ എത്തിയിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. രാവിലെ ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. അപ്പോൾ 5:45 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന്, അതായത് സ്റ്റോക്ക്ഹോം എയർപോർട്ടിൽ നിന്ന് ഗ്ഡാൻസ്ക് എയർപോർട്ടിലോട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ ട്രാവലുള്ളൂ. പെട്ടെന്ന് എത്തും. നമുക്ക് അധികം നേരം ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടി ഒന്നും വരില്ല. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിൽ എത്തിയപ്പോഴേക്കും ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവർ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കാമായിട്ട് അധികം ഹറിബറിയൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങളുടെ സീറ്റിലൊക്കെ ഇരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അത്ര രാവിലെ ആണെങ്കിലും ആള് ഭയങ്കര ആക്റ്റീവാണ്. അവൾക്ക് വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് തന്നെയാണ് അവൾ വന്നത്. അപ്പോൾ രാവിലെയാണ് അതിൻ്റെ ഉറക്കപ്പിച്ചോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഇല്ലായിരുന്നു. എല്ലാവരും ഭയങ്കര ഫ്രഷായിട്ട് ഹാപ്പി ആയിട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ തന്നെ നമുക്ക് അവിടുത്തെ ഷട്ടിൽ ബസ് ഉണ്ട് കേട്ടോ സിറ്റിയിലോട്ട്. അപ്പോൾ നമ്മൾ 2 ടിക്കറ്റ് എടുത്തു. ഇവിടെ നേരെ നമ്മൾ വേൾഡ് വാർ മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ അവിടെയാണ് നമ്മുടെ ഐറ്റിനറി ആയിട്ട് വെച്ചിരിക്കുന്നത്. ചെറിയ മഴയുണ്ട്. അപ്പോൾ നമ്മളിതാ വേൾഡ് വാർ മ്യൂസിയം അവിടെ എത്തി. വേൾഡ് വാർ 2 മ്യൂസിയം കേട്ടോ. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കാം. ഞങ്ങൾ എത്തിയത് ഒരു ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ. ചൊവ്വാഴ്ച എന്താ ഇത്ര തിരക്കെന്ന് വെച്ചാൽ, ചൊവ്വാഴ്ച വേൾഡ് വാർ 2 മ്യൂസിയത്തിൽ എൻട്രി ഫ്രീ ആണ്. ഇല്ലെങ്കിൽ എനിക്കൊന്ന് സ്വീഡിഷ് ക്രോൺസ് ഏകദേശം 90 ക്രോൺസ് ഒക്കെ എൻട്രി ഫീ ആയിട്ട് വരുന്നുണ്ട്. ട്യൂസ്ഡേ അത് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ആ ക്യൂവിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തു. ഭാഗ്യത്തിന് മോള് ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാ ടൈമിലും ഭയങ്കര ഉറക്കമായിരുന്നു. രാവിലെ എഴുന്നേറ്റുകൊണ്ട് പിന്നെ കറക്റ്റ് ആ മ്യൂസിയത്തിൽ നമ്മൾ എൻട്രി ആയപ്പോഴേക്കും അവൾ എഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിരുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. 2ാം ലോക മഹായുദ്ധത്തിനെ കുറിച്ച് നമുക്ക് പലർക്കും അറിയായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം കേട്ടോ. ഇതിൽ പോളണ്ടിൻ്റെ പങ്ക് എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. 2ാം ലോക മഹായുദ്ധം എന്നത് 1939 മുതൽ 1945 വരെ ലോകമെമ്പാടും നടന്നൊരു യുദ്ധമാണ് കേട്ടോ. വിശദമായി പറയുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയതും നാശനഷ്ടങ്ങൾ വരുത്തിയതുമായ യുദ്ധങ്ങളിലൊന്നാണ്. ജർമ്മനിയുടെ പോളണ്ട് അധിനിവേശമാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. പിന്നീട് ജപ്പാൻ അമേരിക്കയിലെ പേൾ തുറമുഖത്ത് ആക്രമണം നടത്തിയതോടെ അമേരിക്കയും യുദ്ധത്തിൽ പങ്കുചേർന്നു. ഈ യുദ്ധത്തിൽ പ്രധാനമായും 2 ചേരികളുണ്ടായിരുന്നു. സഖ്യകക്ഷികളായി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ. അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവരായിരുന്നു ഇതിൽ പ്രധാനികൾ. യുദ്ധം യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നടന്നു. 1945 ജപ്പാൻ കീഴടക്കിയതോടെ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഈ യുദ്ധത്തിൽ ഏകദേശം 7 കോടി ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ഈ ഒരു വിശദീകരണം വളരെ ചുരുങ്ങിയതാണ് കേട്ടോ. ഇതിനുള്ളിൽ നമുക്ക് ഇത് മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു മ്യൂസിയത്തിൽ അവർ
ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പല ആർട്ടിഫാക്ട്സും വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു വേൾഡ് വാർ 2 മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഭയങ്കരമായൊരു ഹെവി ഹാർട്ടോടു കൂടി അല്ലാതെ ഇറങ്ങി വരാൻ പറ്റില്ല. ആ യുദ്ധത്തിൽ ഓരോരുത്തരും ഉപയോഗിച്ച വസ്ത്രങ്ങളും എന്തുകൊണ്ടാണ് യുദ്ധമുണ്ടായി എന്നതിനുള്ള കാരണം മുതൽ കൊച്ചുകുട്ടികൾ വരെ, കൊച്ചുകുട്ടികളും മൃഗങ്ങളും അനുഭവിച്ച ഓരോ യാതനകളും എല്ലാം ആ ഒരു മ്യൂസിയത്തിൽ അവർ വീഡിയോസായിട്ടും ഓരോ ആർട്ടിഫാക്ട്സുമായിട്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു നെഗറ്റീവ് വൈബ് പോലെയായിരുന്നു. എനിക്ക് ഒട്ടും പോസിറ്റീവായിട്ടുള്ളൊരു സാധനമേ ആയിരുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതൊക്കെ ഇവിടെ വന്ന് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ. കാരണം വല്ലപ്പോഴെങ്കിലും നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മൾ വന്ന വഴിയും നമ്മുടെ ജീവിത രീതിയും എല്ലാം അതാണ് നമ്മൾ മുൻപോട്ട് എന്തൊക്കെ തിരുത്തലുകൾ വേണം, എന്തൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്ന് അറിയാൻ നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ നമ്മൾ ഇന്ന് വളരെയധികം വലിയൊരു സേഫ് സോണിലാണുള്ളത്. നമ്മളുടെ തലമുറക്കാർ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു ഫ്രീഡം ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ സെക്കൻഡ് വേൾഡ് വാറും അതൊക്കെ കടന്നു വന്നിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും രോമാഞ്ചമാണ് കേട്ടോ വരുന്നത്. അന്ന് കുട്ടികളും ഓരോ മൃഗങ്ങളും എല്ലാം അനുഭവിച്ച ആ ഒരു വേദനകൾ ആ ഒരു സമയത്ത് ഇന്നും പലയിടത്തും യുദ്ധങ്ങൾ നടക്കുമ്പോൾ അതൊന്നും വേണ്ട എന്ന് ഒരു നിമിഷമെങ്കിലും തോന്നണമെങ്കിൽ ഇതുപോലുള്ള അന്നത്തെ ആ ഒരു അവരനുഭവിച്ച എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരിക്കലും ഒരു യുദ്ധത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അതായിരുന്നു, അത്രയും ഭീകരാവസ്ഥയാണത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം ഉച്ച 2 മണിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ മ്യൂസിയത്തിൻ്റെ തൊട്ട് ബാക്കിലുള്ളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെ കയറി. അപ്പോൾ അവിടെ നിന്ന് നല്ല പ്രോൺസ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിച്ചു കേട്ടോ. കറി മസാല എന്നോ മറ്റോ ആണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ സിറ്റിയിലോട്ട് പോയി. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്ഡാൻസ്ക്, പോളണ്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഒട്ടും തന്നെ എക്സ്പെക്റ്റേഷൻ വെക്കാത്തൊരു സ്ഥലമായിരുന്നു. കാരണം കേട്ടത് വെച്ചിട്ട് ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് ഗ്ഡാൻസ്ക് എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കൊരു മിനി വെനീസൊക്കെ പോലെയാണ് ഈ ഒരു പരിസരമൊക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. അത്രയും അടിപൊളിയാണ്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും ആർക്കിടെക്ചറും എല്ലാം ആയിക്കോട്ടെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അത്ര ഇഷ്ടപ്പെട്ടു. എക്സ്പെക്റ്റേഷൻ വെക്കാത്തതുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നടന്നൊന്ന് കാണാം.
എത്തി നമ്മൾ കിടന്നുറങ്ങി കേട്ടോ കുറേ നേരം. എന്നിട്ട് കുറച്ച് രാത്രിയൊക്കെ ആയപ്പോൾ ഒന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കാനൊക്കെ പോയി തിരിച്ചു വന്നു. അപ്പോൾ അന്ന് എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മളൊരു അക്വേറിയത്തിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഈ അക്വേറിയം മെയിനായിട്ട് ഭൂമിക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ വന്നതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഒരുപാട് എന്താ പറയുക, അക്വേറിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ മെറൈൻ ആനിമൽസ് ഉണ്ട്. അപ്പോൾ ഭൂമിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി, അവൾ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ അതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു ഐറ്റിനറിയിൽ ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്തതും. അത് വേർത്തായിരുന്നു കേട്ടോ, അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് ഇവിടെ എനിക്ക് നമ്മുടെ ആമസോൺ അനാക്കോണ്ട ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ഈലുണ്ട്, വലിയ സൈസിലുള്ള ഇലക്ട്രിക് ഈലുണ്ട്. അതൊക്കെയാണ് എനിക്ക് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഇത് നമ്മുടെ 3rd ഡേ ആണ്. ഇത് നമ്മൾ മോർണിംഗ് ഫ്ലൈറ്റാണ് നമ്മൾ നേരെ സ്റ്റോക്ക്ഹോമിലോട്ട് പോവാണ്. മോർണിംഗ് 7 o'clock ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഏകദേശം 8 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോക്ക്ഹോമിലെത്തും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ വന്നത് റാനാണെങ്കിൽ പോയത് വിസ് എയറിലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.